16 GB RAM 256 സ്റ്റോറേജ് വരുന്ന സാധനമാണ്. ആർക്ക് വേണം? ഡിസൈൻ കൊള്ളാം കേട്ടോ. അതായി വരുന്ന ഡിസൈനൊക്കെ കാണാൻ നല്ലൊരു ലുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. അറ്റത്തൊരു റെഡ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കാണുന്നുണ്ടോ? അതെന്തിനാണെന്ന് അറിയാമോ? ഉടനെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരും. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഞാൻ കൊണ്ടുവരും. വാങ്ങിയ ഒരു ടാബാണ്. ടാബ് A9T ആണ് മോഡൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ വിലയൊക്കെ ഒന്ന് അടിച്ചു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 2 സ്മാർട്ട് ഫോൺ അല്ല, ഒരു 5G ടാബ് എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഒരു 5G സ്മാർട്ട് ഫോണും ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് 2 വാറണ്ടി ബോക്സ്. ഇപ്രാവശ്യം വരുന്നതെല്ലാം, നമുക്ക് വരുന്നുകൊണ്ടിരിക്കുന്നതെല്ലാം വാറണ്ടി ബോക്സ് പീസാണ്. അപ്പോൾ ഒരു ടാബ് വാറണ്ടിയോടെ തന്നെ സാംസങ്ങിൻ്റെ ആണ്. ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ വീട്ടിലും പറയുന്ന പോലെ ഫ്രഷായിട്ട് നമ്മുടെ വരുന്നത് ഉടനെ നിങ്ങൾ ഇങ്ങനെ ചൂടപ്പം പോലെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് സാധനം. വില നിർണ്ണയമെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഓക്കെ ആണ്, ആക്സെപ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നുമായിട്ട് കോൺടാക്ട് ചെയ്തോ. ഇത് ടാബ് 5G ടാബാണ്. സാംസങ് ഗാലക്സി ടാബ് A9 Plus 5G ആണ്. ഇതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് 25-ലുണ്ടായിട്ടോ. MRP വന്നിട്ട് 32,000 രൂപ പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി പേപ്പർ എന്തോ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര കൊടുത്ത് വാങ്ങിച്ചത് നോക്കാം. വാറണ്ടി ബില്ല് സൈസുണ്ട്. വാറണ്ടി ഇതിൻ്റെ MRP വന്നിട്ട് 22,999 ഇതിൻ്റെ MRP പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതവിടെ ചെയ്താൽ നോക്കാം. 25,400 സംതിങ് ആയി ഇത് വാങ്ങിയപ്പോൾ ഉള്ള പ്രൈസ്. ഇത് കൊള്ളാം കേട്ടോ. 5G ടാബാണ്. അപ്പം 5G ആയിട്ട് 5G സിമ്മൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ലോക്കൊക്കെ കിടക്കുന്ന സാംസങ്ങിൻ്റെ ടാബായതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഗൈസ്. ഇത് വന്നിട്ട് ജസ്റ്റ് വാറണ്ടി പീസാണ് കേട്ടോ. ജസ്റ്റ് ഇനി 5-6 മാസത്തോളം വാറണ്ടി ഉള്ള ഒരു മൈജിന്ന് വാങ്ങിയ ഒരു ടാബാണ്. ടാബ് A9T ആണ് മോഡൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ വിലയൊക്കെ ഒന്ന് അടിച്ചു നോക്കൂ. ഇപ്പോഴത്തെ വിലയൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് ഇത് 15 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളി, ഞാൻ തരാം. ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളി കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇത് വേറെ അടിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സൂപ്പർ സാധനം. ബോഡിയൊക്കെ പുത്തം പുതിയതിരിക്കുന്നു. വേറെ യാതൊരു ഡിഫക്റ്റോ ഒന്നും തന്നെ ഇതിനില്ല. പുത്തം പുതിയ സാധനമാണ്. വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. നല്ല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ ഡിഫക്റ്റ് ആയിട്ടോ ഒന്നും പറയാനായിട്ട് യാതൊന്നും ഇല്ല. അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, ടാബ് മാത്രം ഇച്ചിരി പിഞ്ഞി പോയി കേട്ടോ. അല്ല, ടാബല്ല, ടാബിൻ്റെ കവർ മാത്രം ഇത്തിരി പോയി. അത് നോക്കണ്ട, ടാബ് മാത്രം നോക്കിയാൽ മതിയേ. ഓക്കെ, അപ്പോൾ വാറണ്ടി ബില്ല് സഹിതം ഞാൻ താ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാസ് ഐറ്റം ഉണ്ട്. ടെക്നോ ക്യാമോൺ 30. പിന്നെ ക്യാമറ സ്മാർട്ട് 5G. ഇത് 16 GB RAM 256 സ്റ്റോറേജ് വരുന്ന സാധനമാണ്. ആർക്ക് വേണം ഗൈസ്? ഇത് വിത്ത് വാറണ്ടി ഉള്ള സാധനമാണ് കേട്ടോ. ഇത് നോക്കാം ഇതിൻ്റെ വാറണ്ടി എങ്ങനെയാണ്. ഇതാണ് വാറണ്ടി ബില്ല്. ഇത് ബില്ല് എത്രയായി നോക്കാം. ഇനി ഇതും ഒരു 6-7 മാസം വാറണ്ടി ഉള്ള ബോക്സ് പീസാണ്. 19,000 രൂപ. 19,900 20,000 രൂപ വില ആയ സാധനമാണ്. 20,000 രൂപ വിലയ്ക്ക് വാങ്ങിയ ഒരു ഇതോടത്ത് വാങ്ങിയ മൈജിന്ന് തന്നെ എല്ലാവരും മൈജിന്ന് വാച്ച് ലോളൊക്കെ എടുത്ത് വാച്ച് ഇവിടെ കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് സാധനം. വിത്ത് ബോക്സിൻ്റെ കൂടെ ഇതിൻ്റെ ചാർജർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോണ് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രശ്നമുള്ളതൊന്നും നമ്മൾ എടുക്കില്ല. ഇതൊക്കെ അങ്ങനെ പ്രശ്നമൊന്നും വരാത്ത സംഭവങ്ങളാണ്. സൂപ്പർ സാധനം കേട്ടോ. ക്യാമറ ലെവൽ നോക്കുകയാണെങ്കിൽ ക്യാമറ ലെവലൊക്കെ അധികം കാണുമല്ലോ അല്ലേ. 16 GB RAM ഒന്നും കാണൂല. ഒരു 8 GB RAM പ്രതീക്ഷിച്ചോ. ഇതാണ് സാധനം. ബാക്ക് ഇച്ചിരി ആ ഡിസൈൻ കൊള്ളാം കേട്ടോ. അതായി വരുന്ന ഡിസൈനൊക്കെ കാണാൻ നല്ലൊരു ലുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ക്യാമറയുടെ അതൊക്കെ കൊള്ളാം. ക്യാമറ കട്ട് പിന്നെ ഇങ്ങനെ അറ്റത്തൊരു റെഡ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കാണുന്നുണ്ടോ? അതെന്തിനാണെന്ന് അറിയാമോ? ഇങ്ങനെ അറ്റത്തായിട്ട് മുകളിൽ ഇങ്ങനെ അറ്റത്തായിട്ട് ചെറിയൊരു റെഡ് മാർക്ക്, ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ IC-യിലൊക്കെ ഡോട്ട് വരുമല്ലോ, അതേപോലെ ചെറിയൊരു ഡോട്ട്. അതെന്തിനാണെന്ന് അറിയാമോ? അറിയാമെന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് അതൊക്കെ ഓൺലൈനിൽ നോക്കി അറിയാൻ പറ്റും. ഞാൻ നോക്കാനൊന്നും പഠിക്കാനൊന്നും നിന്നില്ല. വന്നത് ഞാനിട്ട് അങ്ങനെ കളിച്ച്. പിന്നെ ഫ്ലാഷ് ലൈറ്റും ഇതിൽ നിന്ന് മാറി ജസ്റ്റ് ക്യാമറയുടെ ഈ ഭാഗത്തു നിന്ന് മാറി സൈഡിലോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. സാധനം ഡിസ്പ്ലേ ഫിംഗറാണ് കേട്ടോ. സാധനം സൈഡ് ഫിംഗർ ആവാൻ സാധ്യതയില്ല. സൈഡൊക്കെ ബട്ടൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ആണ് ബാക്ക്. പിന്നെ എഡ്ജ് എന്ന് പറയാനും പറ്റില്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്.
ഈ ഒരു കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് വന്നിട്ട് 12,500 രൂപ. എന്നെ ഇവിടെ നിന്നിട്ട് എന്നെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. സൈഡിൽ നിന്നിട്ട് എന്നെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അറിയാമോ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ട ക്യാമറ പൊങ്ങി തന്ന് കളിക്കുന്ന കണ്ട. ഞാൻ എന്നെ വരെ വീഡിയോ എടുക്കുക ആൾക്കാർ ആലോചിച്ച് പോയി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഗൈസ്, ഇത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് 12,500 രൂപയാണ് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയല്ലേ. 20,000 രൂപയുടെ സാധനം 12,500 രൂപ, 30,000 രൂപയുടെ സാധനം 15 രൂപ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഏറ്റവും കുറഞ്ഞ് ഞാൻ തരയില്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേര്. അത് ഉടനെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരും. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഞാൻ കൊണ്ടുവരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ മോഡൽ നമ്പർ താഴെ കമൻറ്റിൽ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരി. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ബൈ.